പഴയ കാലത്തെ കുട്ടികളെ അപേക്ഷിച്ച് ഇന്നത്തെ കുട്ടികൾ വായിക്കുന്നില്ല. വായന കുറവാണല്ലോ. അതന്നെ അവര് പറഞ്ഞ അതെ അവരെന്നെ പറഞ്ഞു. നിങ്ങൾക്ക് പോയി ചോദിച്ചിട്ട് വാങ്ങുന്നല്ലോ. ഞാൻ ഇതിനുള്ള നാട്ടികയിലൊരു പരിപാടി 2 ആഴ്ച മുമ്പുണ്ട്, പ്രധാന MLA. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനത് ഒരുപാട് പത്രത്തിൽ 50,000 പുസ്തകം, ഒരു അധ്യാപകൻ 25 പുസ്തകം, കുട്ടി 20 പുസ്തകം, 50,000 പുസ്തകം കളക്ട് ചെയ്തു. മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ 15 സ്കൂളുകൾ നടത്തുന്നു. എന്നിട്ട് ആഴ്ച തോറും ഇവർക്കൊരു കാർഡ് കൊടുക്കും. ആ കാർഡ് കൊണ്ടുപോയിട്ട് പുസ്തകം എന്നിട്ട് അതിന് ഒരു റെക്കോർഡുണ്ടാവും, ഡെയിലി റെക്കോർഡ്, അതിൽ പുസ്തകം. അങ്ങനെ അവർ കൊല്ലത്തിൽ 10-20 പുസ്തകം വായിക്കും. എന്നിട്ട് അവർ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു പ്രസിദ്ധീകരണം, അതിനെ കാണിച്ച് എവിടെയും പ്രസിദ്ധീകരണം. അതിൽ കുട്ടികൾ വായിച്ചത് ഒരു പേജിൽ കുറിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. രണ്ട് പുസ്തകത്തിന്റെ പേര് അഭിമുഖം തലതിരിഞ്ഞിട്ട് ഞാനിത് പ്രസിദ്ധീകരിക്കാൻ പോകാം. ഞാനിങ്ങനെ 4 കുട്ടികളെ അഭിമുഖം കഴുത്തോഴി അത് വായിച്ചു. പിന്നെ ഗുരുസാഗരം, അങ്ങനെ ഗുരുസാഗരം വിഷ്ണു വായിച്ചത് ആളെഴുതിയോണ്ടല്ലേ വായിച്ചത്. എനിക്ക് ആള് തന്നെ അറിയില്ല ആരാണ് ഗുരുസാഗരം എഴുതിയത്. പിന്നെ ഇയാളെന്തൊക്കെയാ എഴുതി വായിച്ചു? പുതിയ കഥകൾ. ആരാ എഡിറ്റ് ചെയ്തത്? എത്ര കഥകൾ? 8 കഥകളുണ്ട്. ഇത്രയേ ഉള്ളൂ. അതോടെ പുതിയ കഥകളൊക്കെ തീർന്നു. അത് അവിടെ എഴുതിയവരൊക്കെ ഗൾഫിലായിരുന്നു. പിന്നെ ഏതാ വായിച്ചത്? ആ പുസ്തകം ടീച്ചേഴ്സിനെ കാണിക്കില്ലേ? കാണിക്കും, പക്ഷെ ബുക്ക് മാറാൻ പറ്റില്ല. ബുക്ക് മാറാൻ വേറെ അവനെ കിട്ടിയില്ല. ഡോക്ടർ എഴുതിയതാ എഴുതിയിട്ടുണ്ടോ? ഞാൻ എഴുതിയിട്ടില്ല. ആ ഡോക്ടർ കുണ്ടർ ആ പേരുള്ള വ്യക്തി ഡോക്ടറാണ്, അതറിയാം. അത് ആളെന്നെ ഓതറിന്റെ പേരാണ് ഡോക്ടർ കുണ്ടർ. എഴുതിയ പുസ്തകം ഗുണ്ടത്തെ എഴുതിയ പുസ്തകം. ഏത് പുസ്തകം? അതില് പേര് തന്നെയായിരുന്നു. ഞാൻ പിന്നെ വേറെ വായിച്ചില്ല. അതില് ഗുണ്ടറിട്ട് എഴുതിയ പുസ്തകം. ഗുണ്ടറിട്ട് 1.5 നൂറ്റാണ്ട് മുമ്പ് പുസ്തകം എഴുതിയത്. നമ്മുടെ വ്യാകരണം, ഡിക്ഷണറി, ഞാൻ നോക്കുന്ന ഡിക്ഷണറി ഗുണ്ടറിന്റെ ഡിക്ഷണറി പഴയ 100-200 കൊല്ലം. അതെങ്ങനെ നീ വായിക്കും? ഗുണ്ടറിനെ പറ്റി ആരെങ്കിലും ജീവചരിത്രം എഴുതിയിട്ടുണ്ടോ? നമ്മുടെ മലയാളത്തില് ആദ്യമായി ഒരു നിഘണ്ടുവും വ്യാകരണവും ഒക്കെ എഴുതിയ ഏതായ ഒരു ഫോറിൻ മാതിരിയാണ് അദ്ദേഹം, ജർമ്മൻ.
ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കേണ്ട ആളുകളുടെ ഒരാളാണ്. ഒറ്റ പുസ്തകം വായിച്ചില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ വായന പക്ഷേ അക്കാലത്ത് ഞങ്ങൾ ഇത്രയും വായിച്ചിരുന്നു. അന്ന് ലൈബ്രറിയേ ഇല്ല. ഹൈസ്കൂളിലേക്കൊക്കെ ഞങ്ങൾ ഒരുപാട് വായിക്കും. അന്ന് ഈ ചെറിയ സ്കൂളിലൊന്നും ഒരു സൗകര്യം ഇല്ലാത്ത കാലം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച ഒരു പ്രശ്നമല്ല. വീട്ടിൽ 100-500 പുസ്തകമുള്ള ഒരു ലൈബ്രറി അച്ഛൻ ഇഷ്ടംപോലെ. അന്ന് വായിച്ച പുസ്തകമാണ് ഞാനിപ്പോഴും നോക്കുന്ന വലിയ. ഞാൻ ആ പുസ്തകം കാണിച്ചത് കുട്ടിക്കാലത്തുള്ള അത് നിങ്ങൾ പ്രതീക്ഷിക്കാമോ. കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച ഗുണ്ടർട്ടിൻ്റെ ഡിക്ഷണറിയാണ് ഞാനിപ്പോഴും സംശയത്തിന് നോക്കുന്നത്. ഞാൻ കണ്ടത് ഇത് 150 കൊല്ലം പഴയത്. ഇപ്പോഴും എൻ്റെ അച്ചടിയൊക്കെ ഞാൻ NBSൻ്റെ പുസ്തകമുണ്ട്. അത് ഇതിലും മോശമാണ്. പുതിയ അവിടെ ഞാൻ ഈ 150 കൊല്ലം പഴയ ഡിക്ഷണറി നമുക്ക് ഇദ്ദേഹം കുണ്ടർട്ടിൻ്റെ പുസ്തകം വായിച്ച ആളാണ്. അപ്പം ഇത്ര പഴയ പുസ്തകം ഇങ്ങനെയെങ്കിലും സൂക്ഷിക്കണമെങ്കിൽ ഞാൻ പുസ്തകമൊക്കെ സൂക്ഷിച്ചാൽ വായിക്കുന്നത്. ഡിക്ഷണറിയോട് പുസ്തകമോട് നോക്കണം. പഴയ മലയാളം വാക്കിൻ്റെ ഇതൊന്നൊക്കെ നന്നായിട്ട് പറയുന്നത് ഇത് അച്ഛൻ്റെതാണ്. അത് വായിക്കാൻ കൊണ്ടുപോയാണൊക്കെ അവരുടെ പേരുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പ്രായത്തിൽ മുൻതൂക്കം എനിക്ക് അറിയാവുന്ന നിങ്ങൾ പലതിനും എന്നേക്കാളും വ്യാപകമാരുണ്ടാണ്. ഒന്നിപ്പോൾ വിജയൻ്റെ വായിച്ചില്ല. ഞാനൊന്നും വായിച്ചില്ലല്ലോ. അതിനെന്താ കാരണം? അങ്ങനെ ശരിയെന്നൊക്കെ പിന്നെ ആരെയും അങ്ങനെ ദ്രോഹിക്കാറൊന്നുമില്ല. ദേഷ്യം വന്നാൽ അല്ലാതെ സന്തോഷം തന്നെയാണ്. അന്നത്തെ ശമ്പളമൊക്കെ വളരെ മോശമാണ്. ഞാൻ പ്രിൻസിപ്പലായിട്ട് എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളത്തിലാണ്. പ്രിൻസിപ്പലായിട്ട് ശമ്പളം അന്നത്തെ ലെക്ചറേഴ്സിൻ്റെ ശമ്പളം 500 രൂപയാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് 500 രൂപ. 500 രൂപയ്ക്ക് ഇന്ന് ഞാനിവിടെ നമ്മുടെ വേലക്ക് ഒരു സ്ത്രീയെ നിർത്തുന്നുണ്ട്. അവർക്ക് 3000 രൂപ. ഞാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറും വൈസ് ചാൻസലറും ഒക്കെ ആയിരുന്നു. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ ശമ്പളം 7500 രൂപയാണ്. ഇന്ന് UGC വന്നു 22 കൊല്ലമായി. പെൻഷൻ എനിക്ക് ഇപ്പോഴും 9000 രൂപ തരുന്നതാണ് എൻ്റെ പെൻഷൻ. നേരെ മറിച്ച് ഹൈസ്കൂൾ ടീച്ചേഴ്സിന് അതിലൊന്നും പറ്റില്ല. അതിലൊക്കെ സങ്കടം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒരു സങ്കടമില്ല. ഒരു സങ്കടമില്ല. കുടുംബമൊന്നുമില്ലാത്തതുകൊണ്ടാണ് സങ്കടമില്ലാത്തത്. ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പിള്ളേരൊക്കെ പഠിപ്പിക്കൂട്ടമല്ലേ. അപ്പോൾ കടമാണെങ്കിൽ അതൊന്നും പേടിയൊന്നുമില്ല. അതാണ് സന്തോഷത്തിലാണ്. ഞാനിപ്പോൾ അഴീക്കോട്ട് 15 താമസിക്കുന്നു. 15 ഭാര്യയും
എൻ്റെ അച്ഛന്മാരില്ല. ഇല്ല, ഒരാണ് ഇംഗ്ലണ്ടിലുള്ള ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ മരിച്ചു കഴിഞ്ഞു. ഏട്ടൻ ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. ഇംഗ്ലണ്ടിൽ, ലണ്ടനിൽ. അപ്പോൾ എന്തായിരിക്കണം, നിങ്ങൾ ഇംഗ്ലീഷും കൊണ്ട് പോയാൽ നമ്മൾ കേട്ടില്ല, ഇംഗ്ലീഷും കൊണ്ട് വന്നിരിക്കുന്നു. അവിടെ എങ്ങനെയാണെന്നറിയാം, സുഹൃത്തുക്കളാണെങ്കിൽ വരാൻ കഴിയില്ലെങ്കിൽ കുട്ടികളെ വീട്ടിച്ചു. പെൺകുട്ടികളുടെ സ്കൂളിലാണ് അവർ വീട്ടിട്ടുണ്ട്. നമ്മുടെ അങ്ങനെ ഒരു വീട്ടിലായിരുന്നു, അത് ഇന്ത്യക്കാരൻ്റെ വീട്ടിലാണ്. നമ്മൾ ഇംഗ്ലീഷുകാരൊക്കെ കുറ്റം പറയുമ്പോൾ വളരെ ആലോചിക്കുന്നു. നമ്മളെ എത്രയോ സമത്വം. പിന്നെ അനുജത്തി കണ്ണൂരിലാണ് താമസിച്ചത്. ഞാൻ അവിടെയാണ് താമസിക്കാറ്. മൂത്ത രണ്ടുപേരും മരിച്ചു. ഞങ്ങൾ 6 പേരായിരുന്നു. ഞാനാണിപ്പോൾ മൂത്തയാണ്. അടുത്ത മരണം നമ്മുടെ ക്രമത്തിലാണ് പോകുന്നത്. നമ്മുടെ വീട്ടിലെ എൻ്റെ മൂത്താളാദ്യം മരിച്ചു. ഇല്ലെങ്കിൽ എൻ്റെ ക്രമമാണ്. 52 വയസ്സൊക്കെ മരിക്കാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിലാകുന്നത് മരിക്കുക. മാർക്കുകൾക്ക് പകരം ഇപ്പൊ അവരുടെ A+, 90 തൊട്ട് 100 വരെ A+, 90 തൊട്ട് 100 വരെ A+, 90 തൊട്ട്. പിന്നെ 80 തൊട്ട് 90 വരെ A, 70, 80 B+. എങ്ങനെയായാലും ഒരേ കുട്ടികളെ എഴുതുന്നത് അവരുടെ കഴിവിൻ്റെ എത്രയോ ചെറിയ ഭാഗമായിരിക്കും. പിന്നെ ഒരാൾ ഒരു തെറ്റ് വരുത്തുന്നതുകൊണ്ട് ആ തെറ്റ് അയാൾ ആ സമയത്ത് വരുത്തുന്നതായിരിക്കും, മറ്റൊരു സമയത്താണ് ആ തെറ്റ് വരുത്തുന്നത്. പരീക്ഷ എപ്പോഴും ഒരു വളരെ എന്താ പറയുക ഉറപ്പായിട്ടുള്ള ഒരു പരീക്ഷ. അതുകൊണ്ട് തുടരെ പരീക്ഷിക്കുക, അതൊക്കെ വലിയ ശല്യമാണ്. തുടരെ പരീക്ഷിക്കുക. സെമസ്റ്റർ എന്നൊക്കെ പറഞ്ഞ 2 സെമസ്റ്റർ എല്ലാം ഏതെങ്കിലും ശ്രമിക്കുക. മാർക്കിട്ടാൽ എന്താണ്, നമ്മളിപ്പോൾ A+ എന്ന് പറഞ്ഞാലും മാർക്കാണല്ലോ, മാർക്കിൽ തർജ്ജമ ചെയ്യുന്നത്. സാഹിത്യത്തിൻ്റെ ജീവനുള്ള ഭാഗം സത്യത്തിൽ 2 പേപ്പറിന് 10 പേപ്പറുണ്ട്. മലയാളം 9. വിദ്യാഭ്യാസം പീഡനമാണ്. മനപ്പാഠം പഠിക്കുക, എന്നിട്ട് ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുക. ഫസ്റ്റ് ക്ലാസ്സിനും അർത്ഥമില്ല, ഒരു അർത്ഥമില്ല. ടോട്ടൽ വിദ്യാഭ്യാസം അത് മാറ്റിയതാണ്. പക്ഷെ ഇത് മാറ്റുമ്പോൾ പാഠ്യപദ്ധതി എളുപ്പം മാറ്റുക, അധ്യാപകനെയും സമൂഹത്തിൻ്റെ മനോഭാവത്തെയും ഒന്നും മാറ്റുന്നത്. അതാണ് ഇപ്പോൾ വേറൊരു പ്രശ്നവും. ഇത് അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നേതാക്കൾ കാന്തമായ തോന്നി രാഷ്ട്രീയ മുഴുവൻ വിളിച്ചു പറയും. പരിഷ്കാരം വരുമ്പം കുട്ടികളിലാണ് ഇത് പ്രയോഗിക്കേണ്ടത്. അവരെന്തു സ്വീകരിക്കും? ഇതാ വിദ്യാഭ്യാസം അത് മാറില്ല. പക്ഷെ അവരുടെ രക്ഷിതാക്കൾ പഴയത് ഇതെന്ത് പഠിപ്പിക്കലാണ്, ഇതിനാണോ കുട്ടികളെ അയക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസത്തിൽ മോഹൻദാസ് ചെയ്യും. അത്തരത്തിലുള്ള കുറേ ആളുകൾ ഈ വിദ്യാഭ്യാസമൊന്നും കൊള്ളില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇവൻ 50 കൊല്ലം മുമ്പ് പഠിച്ചതാണ് വിദ്യാഭ്യാസം. അത് തിരുത്തുകയാണ് ഇവിടെ നിന്ന് നമ്മൾ പുതിയൊരു തലമുറ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ത്യ ഇങ്ങനെ പഠിച്ചത് ഒളിമ്പിക്സ് കഴിഞ്ഞു ഒറ്റയൊരു സ്വർണ്ണം പഠിച്ചു. എനിക്ക് തോന്നുന്നു അത് അബദ്ധത്തിന് കിട്ടിയതെല്ലാം ശരിക്കും കിട്ടിയതാണെങ്കിൽ 2-3 കിട്ടുന്നു. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി ഒരു സംഗതി മനസ്സിലായി. നോബൽ പ്രൈസ്
ഏതൊക്കെ ഒരു ഈ രാജ്യത്തിൽ പക്ഷേ സർവകലാശാല 498 സർവകലാശാല. കേരളത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് കേരളത്തിൽ തിരുവനന്തപുരത്ത് സർവകലാശാല. ഇപ്പോഴ് എറണാകുളത്ത് സർവകലാശാലയായി, കോഴിക്കോട്ടായി, തൃശ്ശൂരിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നതാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാറ്റിലും നമ്മൾ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇന്റർനാഷണൽ സർവ യൂണിവേഴ്സിറ്റി പരാതിയാണ്. കാർഷിക സർവകലാശാലയിൽ ഒരു ഗവേഷണം ചെയ്തിട്ട് അതിന് കാശ് കൊടുത്തവർക്ക് മുഴുവൻ വീട് കൊടുത്തു. ഇപ്പോഴല്ലേ നമ്മുടെ വിദ്യാഭ്യാസം പരാജയം. ഈ പരാജയപ്പെടുന്ന വിദ്യാഭ്യാസം മതിയെന്നാണ് ഇപ്പോൾ ആൾ ബോധം കൂട്ടുന്നത്. അവനത് പഠിച്ചതാണ്. അതിപ്പോൾ ഏതുപോലെ എന്ന് വെച്ചാൽ പഴയ ജയിച്ചു പോയി പുതിയ ജയിപ്പെടുന്ന എനിക്കും പ്രയാസമുണ്ട്. ഇവിടെ വേദന പഴയ ജയിപ്പാണെങ്കിൽ അവരുടെ മുന്നിൽ കൂട്ടി നമ്മൾ ഈ പഴയ ജയിപ്പ് കൂട്ടുന്ന രാജാവാണ്. പക്ഷെ പഴയ ജയിപ്പ് ശരിക്കും പഠിക്കണം. പഴയ ഭാഷ നടക്കില്ല, കുളിക്കണം. അമ്മയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം അതാരും രക്ഷിതാക്കളാണ്. ഒരു മാറ്റം വരണം. ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി ശോചനീയമാണ്. അതിൽ വേദന തോന്നുന്നത്. അങ്ങനെ ഒരു സമുദായം ഇല്ല. ബുദ്ധിമുട്ടൊന്നും കൂടാതെ പോകണം. ശമ്പളം വെടിവെച്ചിട്ട് സ്വർണ്ണ മെഡലൊന്നും വെടിവെച്ചാൽ സ്വർണ്ണ മെഡലൊന്നും പറയും. കൊടുക്കുന്ന പോയി അങ്ങനെയാണ് നമ്മുടെ രീതി. അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് ഒരു പുതിയ പരിഷ്കാരമൊക്കെ കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിൽ പരാജയപ്പെടുന്നു. ഇപ്പോഴത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു കൊല്ലം ഗ്രാമ സേവനം ഫ്രീയായിട്ട് ചെയ്യുമെന്ന് ഒരു സമരം ചെയ്തില്ല. നമ്മുടെ നാട്ടിൻപുറത്ത് ഒന്നാമപ്പെട്ട ഗ്രാമീണർക്ക് നിങ്ങൾ പഠിച്ചവർ നിങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഒരു കൊല്ലത്തിൽ എത്ര രൂപ ചിലവാക്കുന്നുണ്ടാവും? 10,000 രൂപ ചിലവാക്കുന്നതാണ്. നിങ്ങളത് ചെയ്യണം എന്നുവെച്ചാൽ ഇവിടെ ഡോക്ടർമാർ വേണ്ടത്ര മനുഷ്യന്മാരില്ല സമയം ചെയ്തു. അപ്പം നമ്മുടെ വിദ്യാഭ്യാസം ഞാൻ എങ്ങനെയെങ്കിലും ഡോക്ടറാണ്, പിന്നെ എനിക്ക് രൂപീകൃതമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഗീത ഉദ്ധരിക്കും, ബൈബിൾ ഉദ്ധരിക്കും, ഇത് മുഴുവനും സർവമത മൈത്രി മുഴുവനും ഉദ്ധരിക്കും. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അത്ര കള്ളമാണ് നമ്മുടെ വിദ്യാഭ്യാസം. ഇതൊക്കെ നമ്മൾ എങ്ങനെ എഴുതാൻ പോകുന്നത് ദൈവത്തിനറിയാം. അഭിമുഖം പബ്ലിഷ് ചെയ്യുന്നുണ്ട് എങ്ങനെ അറിയിക്കണം. തെറ്റിപ്പോയെങ്കിൽ മാനൊക്കെ കേസ് കൊണ്ടെങ്കിലും അച്ചടിച്ചു. ഇതിനെ വന്നിട്ടില്ല. ഒരു കാര്യമായിട്ട് വേണ്ടതാണ്. ഈ എതിർപ്പ് വരുമ്പോൾ പിന്നെ അതൊന്നും മാറ്റണം, ഇത് മാറ്റണം, ഇവരും ചെയ്യാം. കാരണം ജനാധിപത്യം വോട്ട് കൊടുത്തു. അപ്പോൾ അതാണ് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരൻസിന് ഞങ്ങൾ ക്ലാസ് കാണിച്ചു കൊടുക്കണം ടീച്ചേഴ്സിന്. അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞ സംഘടനക്കാർ സമരമൊക്കെ ചെയ്തു. ഇതൊക്കെ പേരൻസിന്റെ മുമ്പിൽ ക്ലാസ് കൊടുക്കണം. അത് ഈ പുതിയത് അവരെ പരിചയപ്പെടുത്താൻ പുതിയ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞില്ല, അത് അവർക്ക് മനസ്സിലാകാതെയാണ്. അപ്പൊ അവരെ ഒന്ന് പരിചയപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പക്ഷെ സംഘടനക്കാരൊക്കെ എതിർത്തും അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ സ്കൂളിൽ ഇവര് എല്ലാ കുട്ടികളുടെയും പാരൻസ് വന്നു. ഞങ്ങളൊരു ക്ലാസ് എടുത്ത് കാണിച്ചു. അവർക്കത് ഇഷ്ടമായി. എന്നെ ആരാണ് പരിശോധിക്കുക? ഇങ്ങനെ ആൾക്കാര് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന മോശമായിരിക്കും. ഇത് ആൾ കാണുന്നുണ്ടാകും, പലതും കാണും മനസ്സിൽ.